സോ ഗൈസ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് 10 ലക്ഷം വ്യൂസിന് യൂട്യൂബിൽ എത്ര രൂപ നമുക്ക് ഷോർട്സിന് തരും എന്നുള്ളൊരു കാര്യം. സോ ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൂടാതെ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സോ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഭിത്തിയിലും കാര്യങ്ങളിലൊക്കെ അനിയത്തി വരച്ച ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നിങ്ങളിൽ പലരും നമ്മുടെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം എന്താണ് ഇതിപ്പം ഡ്രോയിങ് വീഡിയോസ് ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുള്ള കാര്യം അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളതിൽ വളരെ ചുരുക്കം സാധനങ്ങളാണ്, കുറേ കാര്യങ്ങളൊക്കെ തീർന്നു പോയതുണ്ട്. സോ പിന്നെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഈ ഒരു മാർക്കർ സെറ്റ് ആണെങ്കിലും ഇതിന് 10,000 രൂപയുടെ വിലയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇതിന് ഏകദേശം 200 രൂപയോളം വില ഈ ഒരു സംഭവത്തിനുണ്ട്. ആ ഒരു ഡ്രോയിങ് ബാഗിന് വരുന്നത് ഏകദേശം 500 രൂപയോളം വിലയുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കത്തിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. സോ അത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാറ്റ് പോലത്തെ സംഭവമാണ്. ഇത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. സോ ഇതിൻ്റെ റേറ്റ്, അതിൻ്റെ റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ഡ്രോയിങ് വീഡിയോ, ഓരോ ഡ്രോയിങ് വീഡിയോ സെഗ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും 7:20 നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇപ്പം യൂട്യൂബിൽ നിങ്ങളൊരു ഷോർട്ട് ക്രിയേറ്ററായിട്ട് നിങ്ങൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂട്യൂബിൽ ആ ഒരു സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഷോർട്ട് വീഡിയോയുടെ റവന്യൂവും കാര്യങ്ങളൊക്കെ. അപ്പം ഇത് അതായത് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ മേടിച്ച് വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് യൂട്യൂബിലേക്ക് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു 10 ലക്ഷം വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു ഡ്രോയിങ് വീഡിയോ, അതെ നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 33.3 സെക്കൻഡാണ്. അതിൽ ചിലപ്പോൾ വേരിയബിൾ വരും, അതായത് 33 to 34 എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോയുടെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 33.3 സെക്കൻഡുള്ള ഒരു വീഡിയോ ഡ്യൂറേഷന് നമുക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണെന്ന് ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സൈഡിൽ കാണുന്ന പോലെ ഇതൊരു 10 ലക്ഷം വ്യൂസിന് മേലെ കിട്ടിയ ഒരു വീഡിയോയുടെ, അല്ലെങ്കിൽ 11 ലക്ഷമാണ് ആ ഒരു വീഡിയോയുടെ വ്യൂ കൗണ്ട് എന്ന് പറഞ്ഞാൽ. ആ വീഡിയോയ്ക്ക് നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം $5.95, അല്ലെങ്കിൽ 7.18 അല്ലെങ്കിൽ 590 രൂപയാണ്. അതായത് 10 ലക്ഷം വ്യൂസിന് ഏകദേശം നമുക്ക് 600 രൂപയാണ് യൂട്യൂബ് തരുന്നത്. ഷോർട്സ് വീഡിയോ ആണെങ്കിലാണ് ഞാനീ പറയുന്നത്, വലിയ വീഡിയോയുടെ കണക്കെയല്ല. അപ്പം ഷോർട്സിൽ നിങ്ങൾ ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് നേച്ചറിൽ നമ്മളെ 33 സെക്കൻഡൊക്കെ ഉള്ള ഒരു വീഡിയോയിൽ കിട്ടുന്ന ഒരു റവന്യൂ എന്ന് പറയുന്നത് 600 രൂപയാണ് 10 ലക്ഷം വ്യൂസിന്. സോ നിങ്ങൾ ദിവസവും വീഡിയോ ഇടുന്നു, ദിവസവും വീഡിയോയ്ക്കും 10 ലക്ഷം വ്യൂസ് കിട്ടുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 12,000 രൂപയുടെ അടുത്ത് ആ ഒരു വീഡിയോയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഷോർട്സിൻ്റെ ഒരു റവന്യൂ കണക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി നിങ്ങളിത് വലിയ വീഡിയോയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ വലിയ വീഡിയോയ്ക്ക് ഇത് നേരെ വളരെ വ്യത്യാസമാണ് കേട്ടോ. വലിയ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ്, നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റും നല്ലൊരു ജനറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഏണിങ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ എൻഗേജ്മെൻറ്റ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലോങ് വീഡിയോസിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബർ കൗണ്ട് കാണാം, ഏകദേശം 5 ലക്ഷത്തോളം സബ്സ്ക്രൈബർ കൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ എൻ്റെ വലിയ വീഡിയോസിൻ്റെ വ്യൂസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രോപ്പർ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, പലതവണ ബിഗ് ബോസ് കണ്ടന്റ് അല്ലെങ്കിൽ ഗെയിമിംഗ് കണ്ടന്റ്, അങ്ങനെ ഒരു പ്രോപ്പർ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂവർഷിപ്പിൽ നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്നാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് എടുത്ത് ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് നീഷിൽ നിങ്ങൾ വീഡിയോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം ഏകദേശം ഒരു 10, 10,000, 20,000 രൂപയുടെ അടുത്ത് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഇതുവരെ ഡ്രോയിങ് പ്രൊഡക്ട്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതുവരെ സെല്ലിങ്ങോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. സോ ആ ഒരു റവന്യൂ, അങ്ങനത്തെ ഒരു ബേസിക് റവന്യൂ നമുക്കില്ല. അതുപോലെ തന്നെ പ്രൊമോഷൻസ്, നമ്മുടെ ചാനലിൽ പ്രൊമോഷൻസ് നമ്മൾ സ്വന്തം ക്യാഷ് കൊടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എല്ലാം നമ്മൾ സ്വന്തം ചെയ്യുന്നതാണ്. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളുണ്ട്, അനിയത്തിക്കൊക്കെ കിട്ടിയ ഒരു ആർട്ട് സെറ്റും
അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാണ്ട് നമുക്ക് പ്രൊമോഷൻസ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ അക്സെപ്റ്റും ചെയ്തിട്ടില്ല. പിന്നെ വിരലും കുറവാണ് എന്ന് തന്നെ പറയാം. സോ അതാണ് ആ ഒരു സംഭവം ഒന്നും ചെയ്യാണ്ടിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലേക്ക് നമ്മളോട് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്, യൂട്യൂബിലേക്ക് എങ്ങനെ വരാം, യൂട്യൂബിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റി ചോദിക്കാറുണ്ട്. സോ അവർക്ക് വേണ്ടി ഞാൻ വേറൊരു ചാനലും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ക്രിയേറ്റർ മല്ലു എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം യൂട്യൂബ് നിങ്ങൾക്ക് എങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ചാനലിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു ചാനലിലും കൂടി കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ അനിയത്തിനെയും കൂട്ടി വീഡിയോ എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാനുള്ള മടി കാരണവും അതുപോലെ തന്നെ ക്യാമറയുടെ പിന്നിൽ ആരെങ്കിലും വേണമല്ലോ. ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് അനിയത്തിയാണ്. അപ്പോൾ ഇനി ഓരോ ഡ്രോയിങ് പ്രോഡക്റ്റ് മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കടയിൽ കയറിയിട്ട് കംപ്ലീറ്റ്ലി ഡ്രോയിങ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നൊക്കെയുള്ള, പിന്നെ പൈസയുടെ ലഭ്യത കുറവുണ്ട്. നമ്മൾ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണ്. മാക്സിമം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാക്സിമം പൈസ കുറച്ചിട്ടാണ് നമ്മൾ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഈ ഒരു ഓരോ പ്രൊഡക്റ്റിൻ്റെയും വിലയും കാര്യങ്ങളൊന്നും ഞാൻ എക്സാക്റ്റ് ഇട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താൻ ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.